ഈ പുഴയും കടന്നെന്ന സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് നോക്കാം. ജയപാലൻ്റെ മകനെയും കൂട്ടി കാറിൽ കയറി പോകുന്ന വഴിക്ക് നിവിനും കാവേരിയും കൂടി റോഡ് സൈഡിൽ വണ്ടി നിർത്തി സംസാരിക്കുന്നത് കാണും. അപ്പോൾ നിവിൻ കാവേരിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കാവേരി തളർന്ന് കരഞ്ഞു നിൽക്കുകയാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർക്ക് അനുകൂലമായ ഒരു മറുപടി അല്ല കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാവേരി കരഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ നിവിൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിവിൻ കാവേരിയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇത് ജയപാലൻ്റെ മകനും കൂടി കാണുകയും ജയപാലൻ്റെ മകൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ റെക്കോർഡ് ചെയ്ത വീഡിയോയുമായിട്ട് ജയപാലൻ രാജേശ്വരിയുടെ അടുത്തേക്ക് എത്തും. രാജേശ്വരിയോട് പറയും, നിൻ്റെ മകൻ എനിക്കെതിരെ കേസ് കൊടുക്കാൻ കാവേരിയുടെ കൂടെ പോയിട്ടുണ്ട്, അതുമാത്രമല്ല നീ ഇത് നോക്ക് എന്ന് പറഞ്ഞു ഈ വീഡിയോയും കാണിച്ചു കൊടുക്കും. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയും, രാഗിണിയുടെ കാര്യം പറഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി, നീ ആ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കണം എന്ന് പറയും. അപ്പോൾ ജയപാലനോട് രാജേശ്വരി സമാധാനിപ്പിക്കുകയാണ്, ഇല്ല ഇനി അവനിതൊന്നും ആവർത്തിക്കില്ല, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്ന് പറഞ്ഞ് രാജേശ്വരി അവരെ സമാധാനിപ്പിച്ചതിന് ശേഷം താഴ്വാരം വീട്ടിലോട്ട് പോവുകയാണ്, അതായത് കാവേരിയുടെ വീട്ടിലോട്ട്. അപ്പോൾ അവിടെ വിനീതും ഗംഗയും ശാരദയും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ രാജേശ്വരി പറയും, നിങ്ങളുടെ മകള് എൻ്റെ മകനെയും കൊണ്ട് ഇവിടെ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുകയാണ്, നിങ്ങളത് പറഞ്ഞ് നിർത്തിക്കണം, കാരണം ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്ക് മാത്രമായിരിക്കും നഷ്ടം, കൂടാതെ ഇതും കൂടി ഒന്ന് കണ്ടു നോക്കുക പറഞ്ഞ് രാജേശ്വരി ആ വീഡിയോ ശാരദയ്ക്ക് കാണിച്ചു കൊടുക്കണം. ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും കാവേരിയുടെ ഒരു തെറ്റിദ്ധാരണ തീർച്ചയായും വരും. കാരണം ഇങ്ങനൊരു കാര്യം കാവേരിയുടെ ഭാഗത്തുനിന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശാരദ പറയും, ഇല്ല ഇനി ഒരിക്കലും അവൾ നിവിൻ്റെ പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ നിവിൻ്റെ വിളിക്കുകയോ ഒന്നും ചെയ്യില്ല, അത് ഞാൻ തരുന്ന ഉറപ്പാണ് എന്ന് ശാരദ രാജേശ്വരിക്ക് ഉറപ്പ് നൽകും. രാജേശ്വരി ശാരദയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നിൻ്റെ മകളെ നീ നിയന്ത്രിക്കണം, നീ നിയന്ത്രിച്ചില്ലെങ്കിൽ അതിന് നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. കാരണം ഒരു ദിവസം ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് നിവിൻ കാവേരിയെ വിളിച്ചു കൊടുന്നു ഒരിക്കലും ഞാൻ അവളെ എൻ്റെ വീട്ടിലോട്ട് അംഗീകരിക്കില്ല, എൻ്റെ മരുമകളായിട്ട് അംഗീകരിക്കില്ല, പകരം ഞാൻ ചൂടുവെള്ളം എടുത്ത് അവളെ മുഖത്തൊഴിക്കുകയുള്ളൂ, അതുകൊണ്ട് നീ അവളെ നിയന്ത്രിച്ചോളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് രാജേശ്വരി അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയം ഇതൊന്നും അറിയാണ്ട് കാവേരിയും നിവിനും കാറിൽ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ്. കൂടുതൽ നേരത്തെ ഈ സീരിയലിൻ്റെ കഥയും വിശേഷങ്ങളും അറിയാൻ ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.